ഇന്ന് നമുക്ക് ഓവനൊന്നും ഇല്ലാതെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പിസ്സ വീട്ടിൽ എങ്ങനെയാണ് നല്ല എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. പാനിൽ നമുക്കിത് ചെയ്യാം, ഓവനിലും വെച്ചിട്ടും ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ പാനിൽ ചെയ്യുന്നതും ഓവനിൽ ചെയ്യുന്നതും കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ആദ്യം നമുക്ക് പിസ്സയുടെ ഡോ ഉണ്ടാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാനിപ്പോൾ ഇവിടെ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഓൾ പർപ്പസ് ഫ്ലോറോ മൈദയോ നമുക്ക് എടുക്കാം, നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. 1 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കുക. നമ്മളെ കയ്യിലുള്ളത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ ഈസ്റ്റ് ഒരു 10 മിനിറ്റ് ചെറു ചൂടുവെള്ളത്തിലിട്ടിട്ട് നമ്മൾ മാറ്റി വെക്കണം. 10 മിനിറ്റ് കഴിയുമ്പോൾ അതൊന്ന് പൊങ്ങി വരും, അപ്പോഴാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആയതുകൊണ്ടാണ് ഇതിലേക്ക് ഡയറക്റ്റായിട്ട് ചേർത്ത് കൊടുത്തത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കാം. നമുക്ക് സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഒലീവ് ഓയിലോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിലാണ് ചേർത്ത് കൊടുത്തത്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആദ്യം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. 200 ml ചെറു ചൂടുവെള്ളമാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തത്. ഇത് കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇതെല്ലാം കൂടെ ഒരുമിച്ച് നമ്മൾ ഇതിലേക്ക് ഒഴിക്കരുത്. കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. വെള്ളത്തിൻ്റെ ചൂട് ഒരുപാട് കൂടി പോകരുത്. നമ്മൾ വാം വാട്ടറാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. 200 ml വെള്ളം എടുത്തതിൽ ഇത്രയും വെള്ളം ഇവിടെ ബാക്കിയുണ്ട്. വെള്ളം ഇത്രയും മതിയാകും. ഇനി ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇത് കൗണ്ടർ ടോപ്പുമായി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഞാനിപ്പോൾ ഇതിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ബൗളിൽ കുറച്ച് ഇതുപോലെ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് കുഴച്ചെടുത്ത ഡോ ഇതുപോലെ വെച്ച് കൊടുക്കാം. ഡോൻ്റെ മേലെ ഇതുപോലെ കുറച്ച് ഓയിൽ ഇതുപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് 1 മണിക്കൂറൊന്ന് മാറ്റി വെക്കണം. നല്ല ചൂടുള്ള സ്ഥലത്താണെന്നുണ്ടെങ്കിൽ ഇത് 1 മണിക്കൂർ കൊണ്ട് തന്നെ പൊങ്ങിയിട്ട് വരും. അല്ലെങ്കിൽ നമ്മളിത് 2 മണിക്കൂർ മാറ്റി വെക്കാം. ഡബിൾ സൈസായി വരുന്നവരെ നമ്മളിത് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ട പിസ്സ സോസ് റെഡിയാക്കി എടുക്കണം. അതിനുവേണ്ടി ഞാനിപ്പോൾ ഇവിടെ 2 തക്കാളി എടുത്തിട്ടുണ്ട്, 1 സവാള എടുത്തിട്ടുണ്ട്, 3 അല്ലി വെളുത്തുള്ളി, 1 ക്യാപ്സിക്കത്തിൻ്റെ പകുതി. ഇതെല്ലാം കൂടെ നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിത് കുക്കറിലേക്ക് ഇടുന്നതിന് മുന്നേ തക്കാളി ഇതുപോലെ ഒന്ന് വരിഞ്ഞു കൊടുക്കണം. തക്കാളി ഒന്ന് വേവിച്ചതിന് ശേഷം തക്കാളിയുടെ തൊലി നമുക്ക് എടുത്ത് കളയാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് വരിഞ്ഞു കൊടുക്കുന്നത്. ഇനി നമുക്കിത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കണം. കുക്കറിൻ്റെ അടപ്പ് വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. 1 വിസിൽ വന്നാൽ മതിയാകും. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. 400 ഗ്രാം ചിക്കനാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തത്. ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വെള്ളമൊക്കെ പോകാൻ വേണ്ടി ഒരു സ്ട്രെയിനറിലിട്ട് വെച്ചിട്ട് വെള്ളമൊക്കെ പോക്കിയെടുത്തതാണ്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർക്കുക. 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഒരു 20 മിനിറ്റ് നമുക്കിത് മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മൾ കുക്കറിലിട്ട് വേവിച്ച തക്കാളിയും സവാളയൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളിയുടെ തൊലി ഇതുപോലെ എടുത്ത് മാറ്റാം. ഇപ്പോൾ ഞാൻ തക്കാളിയുടെ തൊലിയൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നമ്മളിത് വേവിച്ചെടുത്ത ഈ വെള്ളത്തോടു കൂടെ തന്നെ ഇത് അരച്ചെടുക്കാം. ഇനി ഇതുപോലുള്ളൊരു പാൻ വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒലീവ് ഓയിലാണ് ഞാനിപ്പോൾ ഇവിടെ ഒഴിച്ചു കൊടുത്തത്. 1.5 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇതുപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച തക്കാളിയുടെയും സവാളയുടെയും കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുക. ഇനി ഇതൊന്ന് ഒരു 5 മിനിറ്റ് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം. തക്കാളിയൊക്കെ വെന്തതാണ്, എന്നാലും നമ്മളിതൊന്ന് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് ഇതുപോലെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. നമ്മളിത് ചെറിയ ഫ്ലെയിമിലിട്ട് വെക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുക.
നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. കുറച്ച് പഞ്ചസാര ഇതുപോലെ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേസിൽ ചേർക്കാം. 1/2 ടീസ്പൂൺ ഒറിഗാനോ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ നമ്മുടെ പിസ്സ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് ഒലീവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ചിക്കൻ വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് ചിക്കൻ ഇതുപോലെ ഇട്ട് കൊടുക്കുക. ചിക്കൻ മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ചിക്കൻ ഒരു സൈഡ് വെന്തതിന് ശേഷം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. 2 സൈഡും ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്, സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഡോ ഡബിളായിട്ട് വന്നിട്ടുണ്ട്. ഇതൊന്നുകൂടെ ഒന്ന് കുഴയ്ക്കുക. ഇതുപോലെ ഒന്നുകൂടെ ഒന്ന് ഇത് കുഴയ്ക്കുക. ഇതുകൊണ്ട് നമുക്ക് 2 പിസ്സ ഇവിടെ ഉണ്ടാക്കിയെടുക്കാം. ഒരു പിസ്സ ഓവനിലുമാണ് ചെയ്യുന്നത്, ഒരു പിസ്സ പാനിലാണ് നമ്മൾ ഈ പിസ്സ ചെയ്യുന്നത്. അതിനുവേണ്ടി ഞാനിപ്പോൾ ഇവിടെ ഇതുപോലുള്ളൊരു പാൻ എടുത്തിട്ടുണ്ട്. ഇനി ഈ പാനിലേക്ക് ഡോ ഇതുപോലെ ഒന്ന് പരത്തി വെച്ച് കൊടുക്കാം. ഡോയുടെ ഒരു പാർട്ട് നമുക്കിതുപോലെ ഒന്ന് പരത്തി വെച്ച് കൊടുക്കാം. അതിലേക്ക് ഇതുപോലെ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് പരത്തി കൊടുത്താൽ മതി. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇതുപോലെ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മേലെ പിസ്സ സോസ് ഇതുപോലെ വെച്ച് കൊടുക്കാം. നമ്മൾ ഉണ്ടാക്കിയെടുത്ത പിസ്സ സോസിൻ്റെ പകുതി ഞാൻ ഇതിൻ്റെ മേലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി പകുതി ഓവനിൽ ഉണ്ടാക്കുന്ന പിസ്സയിൽ വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ മേലെ ബർഗറിൽ വെക്കുന്ന ചീസ് ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മേലെ ചിക്കൻ വെച്ച് കൊടുക്കാം. നമ്മൾ വറുത്ത് വെച്ച ചിക്കൻ്റെ പകുതി ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മേലെ ക്യാപ്സിക്കം വെച്ച് കൊടുക്കാം. ഒലീവ്സ് ഇതുപോലെ വെച്ച് കൊടുക്കുക. ബ്ലാക്ക് ഒലീവ്സ് ആണ് ഞാനിപ്പോൾ ഇവിടെ വെച്ച് കൊടുക്കുന്നത്. നമ്മുടെ കയ്യിൽ ഗ്രീൻ ഒലീവ്സ് ഉണ്ടെങ്കിൽ അതും നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. ഒരുപാടൊന്നും വെക്കേണ്ട ആവശ്യമില്ല, കുറച്ചൊക്കെ ഇതുപോലെ വെച്ച് കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ മേലെ മൊസറല്ല ചീസ് വെക്കണം. ഇനി ഇതിൻ്റെ മേലെ മൊസറല്ല ചീസ് ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഇനി ആദ്യം ഇതുപോലുള്ളൊരു ദോശക്കല്ല് വെച്ച് ചൂടാക്കിയിട്ട് അതിൻ്റെ മേലെയാണ് നമ്മൾ പാൻ വെച്ച് കൊടുക്കുന്നത്. ആദ്യം ഇതുപോലുള്ള ദോശക്കല്ല് വെച്ച് ചൂടാക്കാം. ഇനി നമുക്ക് പിസ്സ റെഡിയാക്കി എടുക്കാനുള്ള പാൻ ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കാം.
ഇതുപോലെ ഒന്ന് അടച്ചു വെക്കാം. ഒരു 10 മിനിറ്റ് നമ്മളിത് വേവിച്ചെടുക്കണം. 10 മിനിറ്റ് നമ്മളിതിൻ്റെ മേലെ വേവിക്കുമ്പോൾ തന്നെ പിസ്സ റെഡി ആയിട്ടുണ്ടാകും. ഒരു മീഡിയം ഫ്ലെയിമിലാണ് നമ്മളിത് വെക്കേണ്ടത്. ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ദോശക്കല്ലെടുത്ത് മാറ്റിയിട്ട് ഈ അടപ്പിന് പകരം ഇതുപോലുള്ള ഒരടപ്പ് വെച്ച് കൊടുക്കാം. ഈ അടപ്പിൻ്റെ മേലെ നമുക്ക് ഈ ദോശക്കല്ല് വെച്ച് കൊടുക്കാം. നമ്മൾ മുകളിൽ വെച്ച ക്യാപ്സിക്കൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ദോശക്കല്ല് ഇതുപോലെ വെച്ച് കൊടുക്കുന്നത്. ഈ ദോശക്കല്ല് ഇപ്പോൾ നല്ല ചൂടായിട്ടിരിക്കുകയാണ്. ഒരു 3-4 മിനിറ്റ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മുകളിലുള്ള ക്യാപ്സിക്കൊക്കെ ഇവിടെ വെന്തിട്ടുണ്ടാവും. ഇപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമ്മൾ ഓവനിൽ ചെയ്യാനുള്ള പിസ്സ ഇതുപോലെ തന്നെ ഓവനിൽ റെഡിയാക്കി എടുക്കാനുള്ള പാനിലേക്ക് ഇതുപോലെ സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് 13 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം നമുക്കിത് 15 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഓവനൊന്നും ഇല്ലാതെ തന്നെ ചെയ്യാൻ പറ്റുന്ന പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്